കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് IDFC ഫസ്റ്റ് ബാങ്കുമായി ബന്ധപ്പെട്ട ഒരു ഫ്രോഡ് കേസിൻ്റെ വാർത്തകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. എന്താണ് ആക്ച്വലി അവിടെ നടന്നത്, അതുപോലെ തന്നെ നിങ്ങളുടെ പണം സേഫ് ആണോ? ഇനിയിപ്പോൾ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ഏതും ആയിക്കോട്ടെ, IDFC ഫസ്റ്റ് ബാങ്കല്ല മറ്റേത് ബാങ്കും ആയിക്കോട്ടെ, നിങ്ങളുടെ പണം സേഫായിട്ട് സൂക്ഷിക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെ പറ്റിയുമാണ് ഇന്നത്തെ വീഡിയോയിൽ. വെൽക്കം ടു അനദർ വീഡിയോ. വീഡിയോയിലേക്ക് കടക്കുന്ന മുമ്പ് വിവിധ ബാങ്ക് അക്കൗണ്ടുകളെ പറ്റിയും കാർഡുകളെ പറ്റിയും കൂടുതലായിട്ട് അറിയാനും അപ്ലൈ ചെയ്യാനും വിസിറ്റ് fino360.com, ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലുള്ള ഇ-കോമേഴ്സ് പ്ലാറ്റ്ഫോമുകളിൽ വരുന്ന ഓഫർ അപ്ഡേറ്റ് ടെലിഗ്രാമിൽ കിട്ടാനായിട്ട് ജോയിൻ എൻ്റെ ഓഫർ ടെലിഗ്രാം ചാനൽ. ഫൈനാൻഷ്യൽ ന്യൂസ് അപ്ഡേറ്റ് മലയാളത്തിൽ എല്ലാ ദിവസവും ടെലിഗ്രാം ചാനലിൽ അപ്ഡേറ്റ് ആയിട്ട് ലഭിക്കാനായിട്ട് ജോയിൻ മണി മലയാളം ടെലിഗ്രാം ചാനൽ, ലിങ്ക് ഇൻ ബിലോ. ആദ്യം തന്നെ ഇപ്പോൾ വാർത്തകളിൽ കാണുന്ന IDFC ഫസ്റ്റ് ബാങ്കുമായി ബന്ധപ്പെട്ട ഫ്രോഡ് കേസിനെ പറ്റി നോക്കാം. ആദ്യം തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇത് ബാങ്കിൽ മൊത്തത്തിൽ നടന്നൊരു തട്ടിപ്പോ കാര്യമൊന്നുമല്ല. ബാങ്കിൻ്റെ ഒരു സ്പെസിഫിക് ബ്രാഞ്ചിൽ നടന്നൊരു തട്ടിപ്പ് മാത്രമാണ്. IDFC ഫസ്റ്റ് ബാങ്കിൻ്റെ ചണ്ഡീഗഡ് ബ്രാഞ്ചിലാണ് തട്ടിപ്പ് നടന്നത്. തട്ടിപ്പിൻ്റെ വിശദാംശങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു ബാങ്കിൽ ഹരിയാന സർക്കാരിന് കുറേയധികം അക്കൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പല വകുപ്പുകളുടെ അക്കൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു വകുപ്പിൻ്റെ അക്കൗണ്ട് ക്ലോസ് ചെയ്ത് ഫണ്ട് വേറൊരു അക്കൗണ്ടിലേക്ക് മാറ്റാനായിട്ട് നോക്കിയ സമയത്താണ് മിസ്മാച്ച് കണ്ടെത്തിയത്. കണക്കനുസരിച്ച് സർക്കാരിൻ്റെ കൈവശമുള്ള ഫണ്ടും അതുപോലെ തന്നെ ബാങ്കിലെ ആക്ച്വലി ഉണ്ടായിരുന്ന ഫണ്ടും തമ്മിൽ മിസ്മാച്ച് വന്നു. അതും ചെറിയ മിസ്മാച്ചോ കാര്യങ്ങളൊന്നുമില്ല, കോടിക്കണക്കിന് രൂപയുടെ കുറവാണ് നോട്ട് ചെയ്യപ്പെട്ടത്. അപ്പോൾ ഈ ഒരു വാർത്ത വന്നതിന് പിന്നാലെ ഫെബ്രുവരി 18 ശേഷം ഹരിയാന സർക്കാരുമായി ബന്ധപ്പെട്ട കൂടുതൽ വകുപ്പുകളിൽ ഇങ്ങനെ മിസ്മാച്ച് കണ്ടെത്തുകയും അത് റിപ്പോർട്ട് ചെയ്യപ്പെടുകയും ചെയ്തു. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ മൊത്തത്തിൽ ഏകദേശം 590 കോടി രൂപയുടെ ഒരു തട്ടിപ്പ് നടന്നതായിട്ടാണ് വാർത്തകളിൽ കാണുവാനായിട്ട് സാധിച്ചത്. റിപ്പോർട്ട് ചെയ്യപ്പെട്ടതനുസരിച്ച് നോർമൽ ഒരു കസ്റ്റമറിന്റെ അക്കൗണ്ടിലെ ഫണ്ടിലല്ല തട്ടിപ്പ് നടന്നിരിക്കുന്നത്. ഹരിയാന ഗവൺമെന്റിന്റെ അക്കൗണ്ടുകളുമായി ബന്ധപ്പെട്ടാണ് ഇവിടെ തട്ടിപ്പ് നടന്നിരിക്കുന്നത്. അതും ഈ ബാങ്ക് എംപ്ലോയീസും അതുപോലെ തന്നെ പുറത്തുനിന്നുള്ള ഹെൽപ്പും വെച്ചാണ് അവിടെ തട്ടിപ്പ് നടത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വാർത്ത വന്നതിന് പിന്നാലെ ബാങ്ക് പോലീസിൽ കംപ്ലൈന്റ് ചെയ്തു. അതുപോലെ തന്നെ ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ളൊരു ഓഡിറ്റിംഗ് ഏജൻസിയെ ഓഡിറ്റിങ്ങിന് വേണ്ടി നിയമിച്ചിട്ടുമുണ്ട്. ഒപ്പം 4 ബാങ്ക് എംപ്ലോയീസിനെ സസ്പെൻഡും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം വന്ന റിപ്പോർട്ട് അനുസരിച്ച് ഹരിയാന ഗവൺമെന്റിന് നഷ്ടമായിട്ടുള്ള കംപ്ലീറ്റ് എമൗണ്ടും ബാങ്ക് റീഫണ്ട് ചെയ്തിട്ടുണ്ട്, റിട്ടേൺ ആയിട്ട് നൽകിയിട്ടുണ്ട്. കംപ്ലീറ്റ് പ്രിൻസിപ്പൽ എമൗണ്ടും അതുപോലെ ഇൻട്രസ്റ്റ് ഉൾപ്പെടെ ഏകദേശം 590 കോടി രൂപയോളം തിരികെ നൽകിയിട്ടുണ്ട്. അപ്പോൾ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു വാർത്ത വന്നു, ഈ ഒരു ഇൻസിഡൻറ്റ് സംഭവിച്ചതായിട്ട് കണ്ടെത്തി 24 മണിക്കൂറിനുള്ളിൽ തന്നെ നഷ്ടമായെന്ന് ഗവൺമെന്റ് പറഞ്ഞ തുക കംപ്ലീറ്റ് ആയിട്ട് ബാങ്കിന് റിട്ടേൺ ചെയ്യാനായിട്ട് സാധിച്ചു. ആദ്യം തന്നെ ഈ ഒരു ഇൻസിഡൻറ്റിൽ വേണ്ട ഒരു ക്ലാരിറ്റി എന്താണെന്ന് വെച്ചാൽ, ഇത് ബാങ്കിനെ മൊത്തത്തിൽ ബാധിച്ചൊരു കാര്യമല്ല. ബാങ്കിൻ്റെ ഒരു ബാങ്ക്രപ്സിയോ അല്ലെങ്കിൽ ബാങ്ക് കൊളാപ്സോ അങ്ങനെയുള്ള ഒരു കാര്യമല്ല. ബാങ്കിൻ്റെ ഒരു പർട്ടിക്കുലർ ബ്രാഞ്ചിൽ നടന്നൊരു തട്ടിപ്പ് മാത്രമാണ്. പക്ഷേ അവിടെ തട്ടിപ്പ് നടത്തിയ ഒരു എമൗണ്ട് എന്ന് പറയുന്നത് ഹ്യൂജ് ആണ്. 590 കോടി രൂപയാണ്. നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു ബാങ്കിൻ്റെ ഏതെങ്കിലും ഒരു ക്വാർട്ടറിലെ പ്രോഫിറ്റ് തന്നെ കംപ്ലീറ്റ് അവിടെ വാനിഷ് ആയിട്ടുണ്ട്. സോ ഒരു പർട്ടിക്കുലർ ബ്രാഞ്ചിൽ നടന്ന തട്ടിപ്പാണെങ്കിലും ഗവൺമെന്റ് അക്കൗണ്ട് ആയതുകൊണ്ട് തന്നെ അവിടെ തട്ടിപ്പ് നടത്തിയ ഒരു എമൗണ്ട് എന്ന് പറയുന്നത് ഹ്യൂജ് ആണ്. സാധാരണ കസ്റ്റമേഴ്സിനെ ഒന്നും ഇത് ബാധിക്കില്ല എന്നും ബാങ്കിന്റെ മാനേജ്മെന്റ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇവിടെ പണി കിട്ടിയത് എന്നെ പോലുള്ള ഇൻവെസ്റ്റേഴ്സിനാണ്. എനിക്ക് ഏകദേശം ഒരു 10% മുകളിൽ എനിക്ക് പ്രോഫിറ്റ് ഉണ്ടായിരുന്നു. ഞാൻ ആക്ച്വലി IDFC ഫസ്റ്റ് ബാങ്കിന്റെ ഷെയർസിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വാർത്ത വന്നതിന് പിന്നാലെ സ്റ്റോക്ക് ക്രാഷ് ആയി. ഏകദേശം 50% മുതൽ 20% വരെ ഒരു ക്രാഷ് സംഭവിച്ചു. ഇപ്പോൾ നിലവിൽ ലോസിലാണ്. എങ്കിലും ഞാൻ ഹോൾഡ് ചെയ്യുന്നുണ്ട്. എനിക്ക് ആ ഒരു ബാങ്കിൽ നല്ലൊരു ട്രസ്റ്റ് ഉണ്ട്. അത് റിക്കവർ ആയിട്ട് വരും. എന്തായാലും ഉണ്ടായിരുന്ന പ്രോഫിറ്റ് അവിടെ പോയിട്ട് ലോസിലേക്ക് വന്നു. എന്നെപ്പോലുള്ള ഇൻവെസ്റ്റേഴ്സിനാണ് അവിടെ ലോസ് സംഭവിച്ചത്. ബാങ്കുകളുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്ന ഫ്രോഡ് കേസിൽ പ്രധാനമായിട്ടൊക്കെ സംഭവിക്കുന്നത്, ഒന്നെങ്കിൽ അൺഓതറൈസ്ഡ് ആയിട്ട് ഇപ്പോൾ ബാങ്ക് എംപ്ലോയീസ് ഒക്കെ അവിടെ വിഡ്രോവൽ നടത്തി, അല്ലെങ്കിൽ ഫേക്ക് ആയിട്ടുള്ള ലോൺ അക്കൗണ്ടും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്തു, അല്ലെങ്കിൽ KYC മിസ്യൂസ് ചെയ്തു, ഇല്ലെങ്കിൽ ഇൻസൈഡർ കൊലൂഷൻ. അത് റെയർ ആയിട്ടാണ് സംഭവിക്കുന്നത്. ഇങ്ങനെയുള്ള ഇൻസിഡൻസും കാര്യങ്ങളൊക്കെയാണ് സംഭവിക്കുന്നത്. ഇത് കണ്ടെത്തുന്നത് പല മാർഗ്ഗങ്ങളിലൂടെയാണ്. ഒന്നെങ്കിൽ കസ്റ്റമർ കംപ്ലൈൻറ്റ് ചെയ്യുമ്പോൾ ഇത് റിപ്പോർട്ട് ചെയ്യപ്പെടും. അതുകൂടാതെ ഈ ബാങ്കുകളെല്ലാം തന്നെ RBIയുടെ അണ്ടറിൽ വർക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ RBI കൃത്യമായ ഇടവേളകളിൽ മോണിറ്റർ ചെയ്യാറുണ്ട്. അവർ പറയുന്ന അവരുടെ മാനദണ്ഡങ്ങളും കാര്യങ്ങളൊക്കെ അനുസരിച്ചാണോ ബാങ്ക് വർക്ക് ചെയ്യുന്നത് എന്നൊക്കെ നോക്കാറുണ്ട്. സോ അങ്ങനെയുള്ള മോണിറ്ററിംഗിൽ എന്തെങ്കിലും കണ്ടെത്തിയാലൊക്കെയാണ് ഇത് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. റിപ്പോർട്ട് ചെയ്യപ്പെട്ടാൽ അതിന് വേണ്ട നടപടി എടുക്കുകയും ചെയ്യും. ഇനി നിങ്ങളുടെ പണം ബാങ്കിൽ സേഫ് ആണോ? ഇന്ത്യയിലെ കൊമേഴ്ഷ്യൽ ബാങ്കുകളെല്ലാം തന്നെ RBIയുടെ അണ്ടറിലാണ് വരുന്നത്. RBI സ്ട്രിക്റ്റ് ആയിട്ടുള്ള പോളിസിയും കാര്യങ്ങളൊക്കെ കൊണ്ടുവരാറുണ്ട്. RBI കൃത്യമായിട്ട് മോണിറ്ററിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ നിങ്ങളൊരു അക്കൗണ്ട് എടുക്കുന്ന സമയത്ത് ഇല്ലെങ്കിൽ ഒരു നിക്ഷേപം നടത്തുന്ന സമയത്തേക്ക് RBI റെഗുലേഷനിൽ വരുന്ന സ്ഥാപനങ്ങളിലാണ് നിക്ഷേപം നടന്നതെന്ന് ഉറപ്പാക്കാനായിട്ട് പറയുന്നത്. ഇപ്പോൾ നിധി കമ്പനികളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അത് RBIയുടെ അണ്ടറിലൊന്നും അല്ല വരുന്നത്. അതിന് പ്രത്യേകിച്ച് ഇൻഷുറൻസ് പരിരക്ഷയോ കാര്യങ്ങളൊന്നുമില്ല. അതേസമയം കൊമേഴ്ഷ്യൽ ബാങ്കുകളെല്ലാം RBIയുടെ അണ്ടറിലാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ഒരു കൃത്യമായിട്ടുള്ള മോണിറ്ററിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ബാങ്കിങ് റെഗുലേഷൻ ഉണ്ട്. അതുപോലെ തന്നെ ഓഡിറ്റിംഗ് ആൻഡ് കംപ്ലൈൻസ് ചെക്ക് വരുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് സിസ്റ്റവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ സൈബർ സെക്യൂരിറ്റി ഫ്രെയിം വർക്കുകളുണ്ട്. പിന്നെ അതുകൂടാതെ DICGCയുടെ ഇൻഷുറൻസ് പരിരക്ഷയുണ്ട്. 5 ലക്ഷം രൂപ വരെയുള്ള നിക്ഷേപത്തിന് നമുക്കൊരു ഇൻഷുറൻസ് പരിരക്ഷയും നമുക്ക് ലഭിക്കുന്നുണ്ട്. അതേസമയം RBIയുടെ അണ്ടറിലല്ലാത്ത ഇപ്പോൾ നിധി കമ്പനിയൊക്കെ ആണെങ്കിൽ അവിടെ യാതൊരു ഇൻഷുറൻസ് പരിരക്ഷയും വരുന്നില്ല. സോ RBIയുടെ അണ്ടറിൽ വരുന്ന കൊമേഴ്ഷ്യൽ ബാങ്കുകളൊക്കെ ആണെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ ഒരു സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ അവിടെ വരുന്നുണ്ട്. കൃത്യമായിട്ടുള്ള മോണിറ്ററിംഗ്
മോണിറ്ററിങ്ങും കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട്. എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാലും അത് മാക്സിമം അത് സോൾവ് ചെയ്യാനായിട്ട് RBIയുടെ ഭാഗത്ത് നിന്നും നീക്കവും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. യെസ് ബാങ്കിൻ്റെ കാര്യത്തിലും അതുപോലെ ഇൻഡസ്ഇൻഡ് ബാങ്കിൻ്റെ കാര്യത്തിലൊക്കെ നമ്മളത് കണ്ടതാണ്. ഇനിയിപ്പോൾ ഒന്നും ചെയ്യാൻ സാധിച്ചില്ല, ബാങ്ക് തകർന്ന് ലിക്വിഡിറ്റിയിലേക്ക് പോയി കഴിഞ്ഞാലും 5 ലക്ഷം രൂപ വരെയുള്ള എമൗണ്ടിന് നമുക്ക് DSCGCയുടെ ഇൻഷുറൻസ് പരിരക്ഷയും ഉറപ്പാക്കുന്നുണ്ട്. ഒരു ബാങ്കിൻ്റെ ഏതെങ്കിലും ഒരു ബ്രാഞ്ചിൽ തട്ടിപ്പ് നടന്നില്ലെങ്കിൽ ഏതെങ്കിലും ഒരു അക്കൗണ്ടുമായി ബന്ധപ്പെട്ട് തട്ടിപ്പൊക്കെ നടന്നു കഴിഞ്ഞാൽ അതുകൊണ്ട് അർത്ഥമാക്കുന്നത് ആ ഒരു ബാങ്ക് കംപ്ലീറ്റ് ആയിട്ട് അൺസേഫ് ആണെന്നല്ല. നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലെ പണം നഷ്ടമാകുന്ന സിറ്റുവേഷൻ അത് വേറെ പല കാരണങ്ങൾ കൊണ്ടാണ് വരുന്നത്. നിങ്ങളുടെ പർട്ടിക്കുലർ അക്കൗണ്ടിൽ തട്ടിപ്പ് നടക്കുമ്പോഴാണ് കൂടുതലായിട്ടും നിങ്ങളുടെ അക്കൗണ്ടിലെ പണം നഷ്ടമാകുന്നത്. ലൈക്ക് ഇപ്പോൾ നിങ്ങൾ ഫേക്ക് ആയിട്ടുള്ള മൊബൈൽ ആപ്പും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാൾ ചെയ്ത് നിങ്ങളുടെ ഫോണിൻ്റെ ആക്സസും കാര്യങ്ങളൊക്കെ കൊടുക്കുക, അല്ലെങ്കിൽ ഫിഷിംഗ് ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ അക്കൗണ്ട് ഇൻഫർമേഷൻ കൊടുക്കുക, അല്ലെങ്കിൽ OTP ഷെയർ ചെയ്യുക. ഇങ്ങനെ നിങ്ങളുടെ കയ്യിൽ നിന്നും വരുന്ന മിസ്റ്റേക്ക് കൊണ്ടാണ് ഭൂരിഭാഗം കേസിലും നിങ്ങളുടെ അക്കൗണ്ടിലെ പണം നഷ്ടമാകുന്നത്. ഇനി ഏത് ബാങ്കും ആയിക്കോട്ടെ, നിങ്ങളുടെ പണം അവിടെ സേഫ് ആയിട്ട് വെക്കാനായിട്ട് നോട്ട് ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട പോയിന്റാണ് DICGC അഥവാ ഡെപ്പോസിറ്റ് ഇൻഷുറൻസ് ആൻഡ് ക്രെഡിറ്റ് ഗ്യാരണ്ടി കോർപ്പറേഷൻ എന്ന് പറയും. അപ്പോൾ അതിൻ്റെ ഒരു കവറേജ് അത് ഉറപ്പാക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിനൊരു ലിമിറ്റേഷൻസ്, ഒരു എമൗണ്ട് വൈസ് ലിമിറ്റേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതനുസരിച്ച് സ്പ്ലിറ്റ് ചെയ്ത് നമ്മൾ പല ബാങ്ക് അക്കൗണ്ടിലായിട്ട് ഫണ്ട് കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഡെപ്പോസിറ്റിന് മാക്സിമം ഇൻഷുറൻസ് പരിരക്ഷ നമുക്ക് ഉറപ്പാക്കാനായിട്ട് സാധിക്കും. ഈ ഒരു DICGC എന്ന് പറയുന്നത് RBIയുടെ അണ്ടറിൽ വരുന്നൊരു സബ്സിഡറി ആണ്. 2020 ഫെബ്രുവരി 4 വരെ നമുക്ക് 1 ലക്ഷം രൂപ വരെയുള്ള എമൗണ്ടിന് മാത്രമായിരുന്നു ഇൻഷുറൻസ് പരിരക്ഷ ഉണ്ടായിരുന്നത്. പിന്നീടാണ് അത് ഇപ്പോൾ നിലവിലെ 5 ലക്ഷം രൂപയിലേക്ക് ഉയർത്തിയത്. ഇപ്പോൾ നിലവിൽ അത് 10 ലക്ഷം രൂപയിലേക്ക് ഉയർത്തുന്നു എന്ന രീതിയിൽ വാർത്തകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അങ്ങനെ ഒരു വലിയ എമൗണ്ടിലേക്ക് ഉയർത്തിയാൽ നന്നാകും. കാരണം 5 ലക്ഷം രൂപ എന്ന് പറയുന്ന ഒരു ഇൻഷുറൻസ് പരിരക്ഷ അവിടെ വളരെ കുറവാണ്. ഒരു 10 ലക്ഷം രൂപയ്ക്കെങ്കിലും മിനിമം നമുക്ക് ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കണം. ഈ ഒരു DICGCയുടെ ഇൻഷുറൻസ് പരിരക്ഷ നോക്കിക്കഴിഞ്ഞാൽ ഒരു ബാങ്കിന് ഒരു ഡെപ്പോസിറ്ററിന് നമുക്ക് ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുന്നത് അത് നമുക്ക് സേവിങ്സ് അക്കൗണ്ട്, കറണ്ട് അക്കൗണ്ട്, ഫിക്സഡ് ഡെപ്പോസിറ്റ്, അതുപോലെ RD, FD എന്നിങ്ങനെ എല്ലാത്തിനും കൂടിയാണ് 5 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുന്നത്. ഇപ്പോൾ ഒരു ബാങ്കിൻ്റെ മൾട്ടിപ്പിൾ ബ്രാഞ്ചസ് ആണെങ്കിൽ കൂടി മൊത്തത്തിൽ കൂടി നമുക്ക് 5 ലക്ഷം രൂപയുടെ പരിരക്ഷ മാത്രമേ ലഭിക്കൂ. അതേപോലെ തന്നെ നമ്മളുടെ ഡെപ്പോസിറ്റ് എമൗണ്ട്, അതായത് പ്രിൻസിപ്പൽ എമൗണ്ട് പ്ലസ് പലിശ എല്ലാത്തിനും കൂടിയാണ് 5 ലക്ഷം രൂപയുടെ കവറേജ് നമുക്ക് കിട്ടുന്നത്. RBIയുടെ അണ്ടറിൽ വരുന്ന എല്ലാ കൊമേഴ്ഷ്യൽ ബാങ്കുകളും ഇൻക്ലൂഡിംഗ് പേയ്മെന്റ്സ് ബാങ്ക്, സ്മോൾ ഫിനാൻസ് ബാങ്ക്, അതുപോലെ തന്നെ റീജിയണൽ റൂറൽ ബാങ്ക്, ലോക്കൽ ഏരിയ ബാങ്ക്, കോഓപ്പറേറ്റീവ് ബാങ്ക്, ഇതെല്ലാം അതിൽ പെടും. ഇത് മെയിൻലി ഒരു ഇൻഷുറൻസ് കവറേജ് ആണല്ലോ, അതുകൊണ്ട് തന്നെ ഒരു പ്രീമിയം പേ ചെയ്യേണ്ടതായിട്ട് വരും. ഈ ഒരു പ്രീമിയം കസ്റ്റമർ അല്ല പേ ചെയ്യേണ്ടത്, ബാങ്ക് ഒരു പ്രീമിയം പേ ചെയ്യുന്നുണ്ട്. അങ്ങനെ പ്രീമിയം പേ ചെയ്യുന്നത് കൊണ്ടാണ് 5 ലക്ഷം രൂപ വരെയുള്ള ഡെപ്പോസിറ്റിന് ഓരോ കസ്റ്റമറിനും അവിടെ ഒരു ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുന്നത്. നിങ്ങളുടെ ബാങ്കിലെ ഡെപ്പോസിറ്റിന് ഇൻഷുറൻസ് പരിരക്ഷ ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാനായിട്ട് നമുക്ക് DICGCയുടെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ലിസ്റ്റഡ് ആയിട്ടുള്ള ബാങ്കും കാര്യങ്ങളൊക്കെ കാണാം. അതുപോലെ തന്നെ റിമൂവ് ചെയ്യപ്പെട്ട ബാങ്കുകൾ, അതായത് ഡീലിസ്റ്റ് ചെയ്യപ്പെട്ട ബാങ്കുകൾ, അങ്ങനെയുള്ള എല്ലാ ബാങ്കുകളുടെയും ലിസ്റ്റ് നമുക്ക് DICGCയുടെ വെബ്സൈറ്റിൽ കാണുവാനായിട്ട് സാധിക്കും. നമുക്ക് മൊത്തത്തിൽ 5 ലക്ഷം രൂപ വരെയുള്ള ഡെപ്പോസിറ്റിന് മാത്രമേ ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കൂ. ഉദാഹരണമായിട്ട് നിങ്ങളുടെ സേവിങ്സ് അക്കൗണ്ടിൽ 3 ലക്ഷം രൂപയുണ്ട്, FD അക്കൗണ്ടിൽ 4 ലക്ഷം രൂപയുണ്ടെങ്കിൽ മൊത്തം 7 ലക്ഷം രൂപ അവിടെ ഉണ്ട്. പക്ഷേ 7 ലക്ഷം രൂപക്ക് അവിടെ കവറേജ് കിട്ടില്ല. നമുക്ക് മൊത്തത്തിൽ 5 ലക്ഷം രൂപ വരെ നമുക്ക് ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കും. അപ്പോൾ ആ ഒരു പർട്ടിക്കുലർ ബാങ്ക് തകർന്ന് ലിക്വിഡിറ്റിയിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് 5 ലക്ഷം രൂപ വരെയുള്ള എമൗണ്ട് മാത്രമേ നമുക്ക് അവിടെ തിരികെ ലഭിക്കൂ. നമുക്ക് ഇങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടായി ലിക്വിഡിറ്റിയിലേക്ക് നീങ്ങിക്കഴിഞ്ഞാൽ 90 ദിവസത്തിനുള്ളിൽ നമുക്ക് ആ ഒരു എമൗണ്ട് സെറ്റിൽ ചെയ്യപ്പെടും. സോ നിങ്ങൾക്ക് 5 ലക്ഷം രൂപയ്ക്ക് മുകളിൽ ഡെപ്പോസിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് സേഫായിട്ട് വെക്കാനായിട്ട് നിങ്ങൾക്ക് ആ ഒരു ബാങ്കിൽ തന്നെ ഡെപ്പോസിറ്റ് ചെയ്യാതെ പല ബാങ്കുകളിലായിട്ട് നമ്മൾ കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ ബാങ്കിലെയും 5 ലക്ഷം രൂപ വരെയുള്ള എമൗണ്ടിന് നമുക്ക് ഇൻഷുറൻസ് പരിരക്ഷ, 5 ലക്ഷം രൂപ വരെയുള്ള എമൗണ്ടിന് നമുക്ക് ഒരു പരിരക്ഷ നമുക്ക് ഉറപ്പാക്കാനായിട്ട് സാധിക്കും. ഈ ഒരു വീഡിയോ ഇഷ്ടമാണെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടുകൂടി